ബൈസൺ വാലിയിൽ നിന്ന് നേരെ ബോഡിമേട്. വെളുപ്പാങ്കാലം 6 മണി കഴിഞ്ഞു. നല്ല തണുപ്പും കുളിരും അടിച്ചിട്ടുള്ള കാറ്റ് കണ്ടില്ലേ. തേയിലക്കാടുകൾ, തേയില ഫാക്ടറിയാണ് അറ്റത്ത് കാണുന്നത്. കണ്ടോ, ഇവിടെ മനുഷ്യരൊക്കെ വളരെ കുറച്ചുള്ളൂ. കൂടുതലും ഇതിലെ പോകുന്ന ടൂറിസ്റ്റുകൾ. തേയില നുള്ളാനുള്ള സ്ത്രീകളൊക്കെ ഇതേ പോയി തുടങ്ങി. കണ്ടോ, നല്ല തണുപ്പാണ്. വണ്ടിയിൽ എല്ലാവർക്കും തണുത്ത് വിറയ്ക്കുന്നുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇവരൊക്കെ കോട്ടും നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ടാണ് പോകുന്നത് ചൂട് ഏൽക്കാനായിട്ട്. അപ്പം ഞങ്ങളുടെ താറിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മലനിരകൾ, തേയിലക്കാട്, ഓറഞ്ച്. ആ മലയുടെ മുകളിലൊക്കെ എന്തൊക്കെ ഓറഞ്ച് ചെടികളാണ്. മഴക്കാറ് പോലെ മേഘം, മൂടൽമഞ്ഞിങ്ങനെ വീശി അടിച്ചുകൊണ്ടിരിക്കും കണ്ടില്ലേ. യാത്രകൾ വെളുപ്പാങ്കാലത്താകുമ്പോൾ നല്ല തണുപ്പും കിട്ടും. റോഡിൽ ട്രാഫിക് ഗതാഗത കുരുക്കുണ്ടാവില്ല. സുഖമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. മഴക്കാറ് പോലെ തന്നെ മേഘം കണ്ടില്ലേ. ഇവിടൊക്കെ തേയിലച്ചെടിക്കൊക്കെ തെളിക്കുന്നുണ്ട്. അകലെ കുറച്ച് വെള്ളം കാണുന്നുണ്ട്, വെള്ളം പോലെ എന്തോ. ഇവിടെ അടുത്തൊരു ഡാം ഉണ്ടെന്ന് അറിയാം. അവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. മലയുടെ അടിയിൽ മേഘങ്ങൾ കാണുമ്പോൾ വരുതും വെള്ളമാണ്. ഓ, ഡാം എത്തി കണ്ടോ. ഇതാണ് ആനയിറങ്ങൽ ഡാം. എവിടെയാണ്? അപ്പൊ താഴെയാണ് ആനയിറങ്ങൽ ഡാം കണ്ടില്ലേ. ആനകളൊക്കെ മൂന്നാറ്, മാട്ടുപ്പെട്ടി, ബോഡിമേട്, ചിന്നക്കനാല് അവിടത്തൊക്കെ ആനകൾ വന്നിട്ട് ഈ ഡാമിൽ നിന്ന് വെള്ളം കുടിക്കുക. അതുകൊണ്ടാണ് ഇതിനെ ആനയിറങ്ങൽ ഡാം. പിന്നെ ഒരു ആനച്ചാലുണ്ട്, അത് ഇവിടെ അല്ല, ബൈസൺ വാലിയുടെ അടുത്താണ് തോന്നണം. അപ്പോൾ ബോർഡ് കണ്ടാന്ന് വായിച്ചതാ. അപ്പം ഞങ്ങളിവിടെ കുറച്ച് നേരം 10 മിനിറ്റ് നിർത്തിയിട്ടതിന് ശേഷമാണ് വീണ്ടും യാത്ര തുടങ്ങി. കണ്ടില്ലേ, ഓറഞ്ച് ചെടികളുണ്ട് ഓരോന്നൊക്കെ. പണ്ട് ഈ റോഡ് ഒരു വണ്ടിക്ക് മാത്രം പോകുന്ന വീതി ഉണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഓറഞ്ചൊക്കെ പൊട്ടിച്ചെടുക്കാറുണ്ട് ഇവിടെ തോട്ടത്തിൽ കയറിയിട്ട്. ഇപ്പോൾ നല്ല വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ കണ്ടില്ലേ. തേയിലാണ് ഫുള്ള്. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് ഇടയ്ക്കിട്ട് നിർത്തിയിട്ട് ചായ കുടിക്കും. അടിപൊളി ചായയാണ് ഇവിടെ. സൂര്യൻ ഉദിച്ചു തുടങ്ങി കണ്ടില്ലേ. അകലെ സൂര്യൻ ഉദിച്ചു തുടങ്ങി. ഫുള്ള് മേഘങ്ങളായ കാരണം ഒരു 10-15 മിനിറ്റ് ഉണ്ടാവുള്ളത്. അപ്പം ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ
തണുപ്പിനെ വകഞ്ഞ് മാറ്റി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, സൂര്യൻ അവിടെ തന്നെ ഉണ്ട്. ഞങ്ങളിങ്ങനെ റൗണ്ടടിച്ച് ചുറ്റിക്കയറി പോവാണ്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു മലമ്പാതയാണിത്. തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളാണ് ആ വണ്ടിയിൽ. ഈ കാട്ടിൻ പ്രദേശത്താണ് ഇത് മറ്റേ എന്താ ഏലക്ക ചെടികൾ കണ്ടില്ലേ. ഈ മരങ്ങളുടെ അടിയിലുള്ളതൊക്കെയാണ് ഏലക്ക ചെടി. കാർഡമം പ്ലാന്റേഷനാണത്. കാർഡമം പ്ലാന്റേഷൻ, അറബിയിൽ ഹേൽ എന്ന് പറയും. ഹേൽ. അപ്പോൾ ഈ ഹേല്, കാർഡമം, ഏലക്ക മലയാളികൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ വളരെ കുറച്ച് ആൾക്കാരാണ് കഴിക്കാറുള്ളൂ. ആകെ വല്ല പായസം അല്ലെങ്കിൽ വല്ല പലഹാരങ്ങളിൽ ഇടാനായിട്ട് കടകളിൽ നിന്ന് മേടിക്കുന്ന കളയുന്ന ഏലക്കായ 20 രൂപയ്ക്ക് 5 പീസ് 6 പീസ് കിട്ടും. നല്ലതാണ്, 2 പോലും കിട്ടില്ല. അപ്പം മലയാളികൾ, നമ്മൾ മിക്കവാറും ആൾക്കാരുകളൊക്കെ കഴിക്കുന്നത് ഇവിടെ നിന്നും വിദേശത്തേക്ക് കയറ്റി അയക്കാൻ പറ്റാത്ത ഏലക്കായുടെ കുരുകളാണ്. അപ്പോൾ മൂടൽ മഞ്ഞ് നിറഞ്ഞ ഈ സ്ഥലത്തെത്തി ഞങ്ങൾ. ഇതാണ് ബോഡിമേട്. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ വേഗം സബിതയും മകളും ഓണർക്കും ചായക്കടയിൽ കയറി. ഇവിടെ കൂടുതലും തട്ടുകടകൾ പോലെ ചെറിയ ചായക്കടകളാണ്. 2-3 ചായക്കട ഉണ്ട്. അതൊക്കെ അവരുടെ സ്വന്തം എന്നല്ല, ശരിക്ക് വഴിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുത്തബ് മിനാർ പോലെ തന്നെ ഒരു സ്തൂപമുണ്ട്, കണ്ടില്ലേ. നല്ല ഭംഗിയിലൊക്കെ അടിപൊളി മിസ്റ്റ്, മൂടൽ മഞ്ഞ് ഇങ്ങനെ പോയോണ്ടിരിക്കണം, കണ്ടില്ലേ. അപ്പോൾ ഇതിൽ കോട, മലയാളത്തിൽ കോട എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. കോട വീശി പോകുന്നത് കാണാം. അപ്പോൾ ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കോട ഉണ്ടാവുന്ന സ്ഥലം. മൂടൽ മഞ്ഞ് കണ്ടില്ലേ, എല്ലാവരും തണുത്ത് വിറച്ചിട്ടാ വരുന്നതൊക്കെ. ചായ കുടിക്കാത്തവർ 2-3 ചായ വെച്ച് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ, കണ്ടില്ലേ. ബോഡിമേട്. ഈ പച്ച ഇതിൻ്റെ അപ്പുറത്ത് തമിഴ്നാടും ഇപ്പുറം കേരളം. ആ ബോർഡ് വെച്ചിട്ടില്ല, ആ ബോർഡ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ 1 മണിക്കൂർ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ചായ, ഉള്ളിവട, അത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ നിന്ന് നേരെ കുത്തനെ ഇറക്കാണ് ബോഡി. അത് നിങ്ങൾ വല്ല വാൽപ്പാറയൊക്കെ വരണമെങ്കിൽ പൊള്ളാച്ചിലേക്ക് ഇറങ്ങാനായിട്ട് കുത്തനെ ഹെയർ പിന്നാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഊട്ടിയിലൊക്കെ മറുവശത്തേക്ക്, മേട്ടുപാളയല്ല, അപ്പുറത്തേക്ക് മറ്റേ കാടില്ലേ,
അവിടേക്കൊക്കെ പോകാനായിട്ട് കുത്തനെ ഇറക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പം ഞങ്ങളുടെ താറ് അവിടെ തന്നെ സ്റ്റാർട്ടാക്കിയിട്ടേക്കാണ്. വണ്ടിയിൽ 2 ആൾ കയറിയിട്ട് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റാർട്ടിങ്ങിലാണ്. കണ്ടില്ലേ, കോട ഇങ്ങനെ വീശി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം 11 മണിയായി, 10-11 മണിയായിട്ടുണ്ട്. എന്നാലും കോടയ്ക്ക് ഒരു ശമനമില്ല. അപ്പം എന്നെ സബിത കിടന്ന് വിളിക്കുന്നുണ്ട്, വാ പോവാൻ നമുക്ക് മതി എന്ന് പറഞ്ഞിട്ട്. ശരി, അപ്പം എല്ലാവർക്കും